നിലമ്പൂർ നിയോജക മണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷനും നഗരസഭയും സംയുക്തമായി നടത്തുന്ന ഗോത്രവർഗ വിദ്യാർത്ഥികൾക്കായുള്ള ത്രിദിന ചലച്ചിത്രാസ്വാദന ശില്പശാലയായ ദൃശ്യകത്തിന് തുടക്കമായി. KFRI ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ പ്രത്യേകിച്ചും സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അവരുടെ സാമൂഹ്യപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായ വളർച്ച കൂടി സാധ്യമാകുമ്പോഴേ ഒരു നാടിന്റെ വികസനം. ഇപ്പൊ നമുക്കറിയാം, നല്ല റോഡും കാര്യമൊക്കെ ഉണ്ടാവും. അവസാനം പ്രധാനമന്ത്രി വരുമ്പോൾ നമ്മൾ ചേരികൾ കെട്ടിമറച്ചുകൊണ്ടാണ് വിദേശ പ്രതിനിധികളെ സ്വീകരിച്ചത്. ഡൽഹി സമ്മേളനം നടത്തുന്നത് നടന്നിട്ടില്ല. അതായത് ഇന്ത്യയിലെ സാധാരണക്കാരനെ വിദേശത്തു നിന്ന് വരുന്നവൻ കാണേണ്ട, ഇവിടുത്തെ നല്ല റോഡും നല്ല പാലവും നല്ല കെട്ടിടങ്ങളും മാത്രം കണ്ടാൽ മതി. യഥാർത്ഥ ഇന്ത്യയെ കാണേണ്ട എന്ന് ഭരണാധികാരികൾ തീരുമാനിക്കുന്ന ഒരവസ്ഥാവിശേഷം. ഇതല്ല നമുക്ക് വേണ്ടത്. സത്വവും സംസ്കാരവും ചലച്ചിത്ര മാധ്യമത്തിലൂടെ ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കാൻ ഗോത്രവർഗ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നതെന്ന് ആര്യാടൻ ഷൗക്കത്ത് MLA പറഞ്ഞു. 15-നും 18-നും ഇടയിലുള്ള 50 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ ഗോപു, ബാബു വർഗീസ്, നഗരസഭാ കൌൺസിലർമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.